സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു നമ്മുടെ ഇടതുപക്ഷ സർക്കാർ, അതായത് കമ്മ്യൂണിസ്റ്റ് ഈ കേരളത്തിനെ ഒരു സംഘി മെഴുകലിന് അല്ലെങ്കിൽ ചാണകം മെഴുകലിന് വേണ്ടിയിട്ട് അവരുടെ കാൽച്ചുവട്ടിലേക്ക് വിറ്റതായിട്ടൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് കുറച്ച് പണം കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ കമ്മ്യൂണിസവും അവരുടെ രാഷ്ട്രീയവും എല്ലാം മറന്നുകൊണ്ട് തന്നെ ചാണകം മെഴുകലിന് വേണ്ടിയിട്ട് അവന്മാർക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ് വി ശിവൻകുട്ടിയും സംഘവും ചെയ്തതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പറഞ്ഞതെന്നും കാവ്യവൽക്കരണം എന്തുകൊണ്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്നുമുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. ആ വീഡിയോ നിങ്ങൾക്ക് ഈ മുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ പല ആളുകളും കമൻ്റ് ഇടുകയുണ്ടായി, പല ആളുകളും അതിനെ എതിർക്കുകയുണ്ടായി. NEP വരണം അല്ലെങ്കിൽ PM ശ്രീ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. PM ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളർത്താൻ വേണ്ടിയിട്ടും വിദ്യാഭ്യാസ മേഖലയെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ളതാണ്. പക്ഷേ അത് സംഘികളുടെ കൈകളിൽ കൂടിയാവുമ്പോൾ അത് സംഘിവൽക്കരണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടും സംഘികളുടെ മെഴുകലുകൾ കുഞ്ഞു പിള്ളേരുടെ മനസ്സിലേക്ക് കുത്തിവയ്ക്കാൻ വേണ്ടിയിട്ടും ആഴത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടും ചരിത്രത്തിൻ്റെ വസ്തുതകളെയും യാഥാർത്ഥ്യങ്ങളെയും വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടും കാണിക്കുന്ന ഒരു വൃത്തികെട്ട പരിപാടി തന്നെയാണ്. വൃത്തികെട്ട പരിപാടി എന്ന് പറയാൻ പറ്റില്ല, ചെറ്റത്തരമാണ്. അതായത് ചരിത്രത്തിൻ്റെ രേഖകളെ എല്ലാം തിരുത്തിക്കൊണ്ട് ചരിത്രം ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സിലബസിലും എല്ലാത്തിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സംഘികൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കളി. എന്തുകൊണ്ടാണ് ആ പേടി? ഇന്നലകളിൽ യുവമാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവന്മാർ ചെയ്തിട്ടുള്ള തന്തയില്ലായ്മയും നെറികേടുകളും എല്ലാം പാഠ്യ വിഷയത്തിൽ കൂടി കുട്ടികൾ പഠിക്കുമല്ലോ എന്നുള്ളൊരു പേടി. നമുക്കറിയാം, വേടൻ്റെ ഈ ഒരു കവിത പാഠ്യ വിഷയമാക്കുന്നതിൽ BJPക്ക് അല്ലെങ്കിൽ സംഘിമിത്രങ്ങൾക്കുണ്ടായിരുന്ന വലിയൊരു വെറി, ആ ഒരു വെറി അവർ ഏതൊക്കെ രീതിയിലാണ് കാണിച്ചത്. ഈ പറയുന്ന വേടൻ്റെ കഞ്ചാവോളിയാണ് വേടൻ, അതേപോലെ തന്നെ ഈ അമ്മയോട് വരെ വൃത്തികെട്ട ചിന്താഗതിയുള്ളവനായിരുന്നു വേടൻ, സമൂഹത്തിൽ ഒരു പ്രതിബദ്ധതയില്ലാത്തവനാണ് വേടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വേടൻ എന്ന് പറയുന്ന മനുഷ്യനെ അങ്ങ് ഒതുക്കി കളയാനായിട്ട് വിചാരിച്ചു. എന്നിട്ടും വേടൻ്റെ ഭൂമിയിൽ ഞാൻ വാഴുന്ന ഇടമെന്നുള്ളൊരു പാട്ട് അത് പാഠ്യ വിഷയമാക്കുകയും ചെയ്തു. എന്താണ് ഉണ്ടായത്? ആ പാഠ്യ വിഷയമാക്കിയപ്പോൾ ഇവന്മാർ ഇന്നലകളിൽ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും അത് രംഗത്തേക്ക് വരുന്നൊരവസ്ഥയിലേക്ക് മാറി. ഇപ്പോൾ ഈ പറയുന്ന PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി, എനിക്ക് തോന്നുന്നു വേടൻ്റെ ഈ പാട്ട് പാഠ്യ വിഷയമാക്കി സർവകലാശാലകളിലും ഇത് സ്കൂളിൽ മാത്രമേ ബാധിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മേ ബി ഇത് സർവകലാശാലകളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വേടൻ്റെ ആ പാട്ട് നൈസായിട്ട് എടുത്ത് കളയാനുള്ളൊരു പരിപാടിയും ഇതിനകത്ത് കാണും. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, മേ ബി അങ്ങനെ പോയിട്ടുണ്ടാവില്ല, സപ്പോസ് അങ്ങനെ പോവുകയാണെങ്കിലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ അത് ഇന്നലകളിലാണെങ്കിലും ഇന്നാണെങ്കിലും അത് ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുമല്ലോ എന്നുള്ളൊരു പേടി. ആ പേടി തന്നെയാണ് ഇവന്മാരെ ഈ രീതിയിലേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി പറയുകയുണ്ടായത്, അതായത് ഈ സംഘികളുടെ മെഴുകലിനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കത്തില്ല, സംഘികളുടെ ഈ പറയുന്ന ഒരു മുദ്രയിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അധികാരങ്ങളും സംഘികൾക്ക് ഞങ്ങൾ എഴുതി കൊടുത്തു എന്നല്ല പറയുന്നത്. അതിലെപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കേരളത്തിന് തീരുമാനം മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒപ്പ് വെച്ചതിൽ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തീരുമാനം എടുത്തുകൊണ്ട് ആ ഒരു പദ്ധതി റദ്ദാക്കാൻ സാധിക്കുമെന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത്. ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം മാത്രമാണ് അതെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു ഒപ്പിട്ട് ചാണക സംഖ്യകൾക്ക് കൊടുത്തു വിട്ടൊരു സാധനം ഇനി അത് വി ശിവൻകുട്ടിയല്ല, വി ശിവൻകുട്ടിയുടെ അടുത്തുള്ള ആര് വിചാരിച്ചാൽ, ഇനി ഈവൻ മുഖ്യമന്ത്രി വിചാരിച്ചാൽ പോലും അതിലൊരു ചേഞ്ചും വരുത്താൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് MK സ്റ്റാലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി, അയാളുടെ ആണത്തവും നട്ടലുമാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിലിരിക്കുന്ന എല്ലാവരുടെയും നട്ടൽ ആരുടെയും മുൻപിൽ പണയം വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? പണം കാണുമ്പോൾ കണ്ണു മഞ്ഞളിച്ചത് കൊണ്ട് തന്നെ. അപ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞത് ഗാന്ധി ഘാതകൻ ഈ ഗോഡ്സെ എന്ന് തന്നെ എന്ന് കുട്ടികൾ പഠിക്കും, അതുതന്നെയാണ് ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. K സുരേന്ദ്രൻ്റേത് വെറും വ്യാജ പ്രചരണം മാത്രമാണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പരാമർശത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്കെതിരെ ഈ പറയുന്ന വി ശിവൻകുട്ടി പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നും ഇങ്ങനൊരു കാര്യമല്ല, ഞങ്ങളുടെ രീതിയിലാണ്, ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെയാണ് ഇവിടുത്തെ ഈ പറയുന്ന പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നതെന്നും അത് ഏതൊക്കെ രീതിയിൽ പഠിപ്പിക്കാമെന്നും അതെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നും ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിസുരയായിട്ടുള്ള സുരേന്ദ്രൻ അണ്ണൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ സുരേന്ദ്രൻ അണ്ണൻ പറയുന്നൊരു രസകരമായിട്ടുള്ളൊരു മറുപടി നമുക്കൊന്ന് കേട്ട് നോക്കാം. തലയിൽ തലച്ചോറിന് പകരം ചാണകമാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം, എന്നാലും ആ മറുപടിയും കൂടെ ഒന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാച്ചിങ് വേർഡ് പറഞ്ഞു. കേരളം ഇപ്പോഴും പഠിപ്പിക്കുന്നത് ഗാന്ധിയെ കൊന്നത് ഗോഡ്സെയാണ് എന്നാണ്. അതിൽ ആർക്കും തർക്കമില്ല, ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ തന്നെയാണ്. പക്ഷെ ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് ശിവൻകുട്ടിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. അതായത് ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ച് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് അതേപോലെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. ഗാന്ധിവധം പഠിപ്പിക്കുമ്പോൾ NEPയിൽ ഒപ്പിട്ട് കഴിഞ്ഞ ഒരു സംസ്ഥാനം ഗാന്ധിവധത്തിൽ വേണമെങ്കിൽ അവർക്ക് പഠിപ്പിക്കാം ഗാന്ധിയെ കൊന്നതിന്റെ പേരിലുള്ള ഗൂഢാലോചനയിൽ RSSനെ നിരോധിച്ചിരുന്നു. എന്നാൽ
ഒരു വർഷം കഴിയുമ്പോൾ ഗൂഢാലോചനയിൽ RSSന് പങ്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരോധനം നീക്കിയിരുന്നു എന്നും അവർക്ക് പഠിപ്പിക്കേണ്ടി വരും. കപൂർ കമ്മീഷൻ കണ്ടെത്തിയ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിക്കേണ്ടി വരും. ഞാൻ 2 കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഒന്ന്, അത് വലിയ ചർച്ചയായി, വിവാദമായി. ഞാൻ വിവാദമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒന്ന്, ഡോക്ടർ ഹെഡ്ഗേവാറിന്റെയും ദീനദയാൽ ഉപാധ്യായന്റെയും സാവർക്കറുടെയും കാര്യമായിരുന്നു. ശരിയാണ്, സാവർക്കറെ കുറിച്ച് ഇവിടെ പഠിപ്പിക്കാം, പഠിപ്പിക്കാതിരിക്കാം. പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സാവർക്കർ ഷൂ നക്കി ബ്രിട്ടീഷുകാരുടെ എന്ന് ഇവിടെ പഠിപ്പിക്കാൻ സാധിക്കില്ല. സാവർക്കറുടെ ശരിയായ ചരിത്രം, അദ്ദേഹം ആൻഡമാനിൽ അനുഭവിച്ച ദുരിതങ്ങൾ, അത്ര പതിറ്റാണ്ടുകൾ കടന്ന ചരിത്രം, ഇതൊക്കെ പറയേണ്ടി വരും. ഇനി അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇപ്പൊ അവർ പഠിപ്പിക്കുന്നത് എന്താണ്? അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ലോക്ദളും സമാനമായ 4 പാർട്ടികളും ചേർന്ന് ജനതാ പാർട്ടി ഉണ്ടാക്കിയെന്നാണ് അവർ പഠിപ്പിച്ചത്. അത് ഇനി അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ലോക്ദളും ജനസംഘവും എല്ലാം ചേർന്ന്, സംഘടനാ കോൺഗ്രസും എല്ലാം ചേർന്ന് ജനതാ പാർട്ടി ഉണ്ടാക്കിയെന്ന് അവർക്ക് പഠിപ്പിക്കേണ്ടി വരും. ഇങ്ങനെ ഓരോ കാര്യം, ഇപ്പൊ മാപ്പിള കലാപം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേരളത്തിൽ. മലബാർ ലഹള, മലബാർ ലഹളയെക്കുറിച്ചാണ് അവർ പഠിപ്പിക്കുന്നതെങ്കിൽ ഒരു കർഷക ലഹളയായിട്ട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. മലബാർ ലഹളയിൽ നടന്ന അതിഭീകരമായിട്ടുള്ള വംശഹത്യയെക്കുറിച്ച് കൂടി അവർക്ക് പഠിപ്പിക്കേണ്ടി വരും. എന്താ കാരണം? SCRT ആണ് കരിക്കുലം തയ്യാറാക്കുന്നതെങ്കിലും. കണ്ടില്ലേ, ഇതിൽ സുരേണ്ണം പറയുന്നത് ഗോഡ്സെയാണ് ഗാന്ധി ഘാതകനെന്ന് അവർക്ക് പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ്. അത് മാത്രവുമല്ല, RSS ആണ് ഈ പറയുന്ന ഗോഡ്സെയുടെ ഒരു പാർട്ടി, അല്ലെങ്കിൽ RSSന്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന ഗോഡ്സെ ചെന്ന് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നതെന്ന് പഠിപ്പിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചരിത്രം അവർ പൊളിച്ചെഴുതും, അല്ലെങ്കിൽ അവർ പഠന രീതി മാറ്റുമെന്നാണ് പറയുന്നത്. എന്ത് മണ്ടത്തരമാടാ സൂര്യ പറയുന്നത്. മഹാത്മാഗാന്ധിയെ കൊന്നത് നാഥൂറാം ഗോഡ്സെ എന്ന് പറയുന്ന വെറും ചെറ്റയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പണ്ട് കാലം തൊട്ട് ഇന്നുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഗോഡ്സെയുടെ രാഷ്ട്രീയ ചരിത്രം, അല്ലെങ്കിൽ ഗോഡ്സെയുടെ രാഷ്ട്രീയം എന്തായിരുന്നു? RSS ആയിരുന്നു, രാഷ്ട്രീയ സ്വയം സേവക സംഘം. അപ്പോൾ അതിൽ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്ന ഗോഡ്സെ അവിടെ നിന്നുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയെ കൊല്ലുകയും, അതിനുശേഷം ഇപ്പോൾ സുരേണ്ണം പറയുന്നത് മഹാത്മാഗാന്ധിയെ കൊന്നതിൽ RSSന് ഒരു ബന്ധവും ഇല്ല എന്നാണ്. RSSന് ഒരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷെ ആ പ്രവർത്തകനായിരുന്ന നാഥൂറാം ഗോഡ്സെ ആണല്ലോ മഹാത്മാഗാന്ധിയെ കൊന്നത്. അപ്പം മഹാത്മാഗാന്ധിയെ കൊന്നത് നാഥൂറാം ഗോഡ്സെ ആണ്, അതിൽ RSSന്റെ ബന്ധമുണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു പാർട്ടിയെ അനുകൂലിച്ചിരിക്കുമ്പോൾ, അല്ലെ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളും ആ പാർട്ടിയെ ബാധിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്, അല്ലെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ സംഭവിച്ചൊരു കാര്യത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് അങ്ങനെയല്ല ഗാന്ധിജി മരിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞ, അല്ലെങ്കിൽ ഗാന്ധിജിയെ കൊലപ്പെടുത്തിയതല്ല എന്ന് നിങ്ങൾ പറഞ്ഞു വരുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് നിങ്ങളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ചരിത്രം നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിവിടെ തിരുത്തപ്പെടും, അല്ലെങ്കിൽ അതിവിടെ എതിർക്കപ്പെടുക തന്നെ ചെയ്യും. സുരേന്ദ്ര, നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ പരിപാടി കാണിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് ഈ പറയുന്ന ചരിത്രം തിരുത്തി എഴുതിയിട്ടുണ്ടാവാം. എന്നാൽ കേരളത്തിൽ ആ രീതിയിൽ നടക്കില്ല. ഇപ്പൊ കേരളത്തിൽ ഇവർ ഒപ്പിട്ട് കൊടുത്തു, എന്തായാലും ഇവർ പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കും. ആര്? ഈ BJP പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കും V ശിവൻകുട്ടിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രതികരിച്ച് നിൽക്കാം. എന്നിരുന്നാൽ തന്നെയും അവന്മാർക്കൊരു മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തതുകൊണ്ട് തന്നെയും അത് ഹൈക്കോടതിയിലേക്കൊക്കെ പോവുകയോ അല്ലെങ്കിൽ അവർ സുപ്രീം കോടതിയെ സ്വാധീനിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ പറയുന്ന രീതിയിൽ തന്നെ ചരിത്രം പഠിപ്പിക്കേണ്ടി വരും. അതിലൊരു മാറ്റവുമില്ല. പിന്നെ സവർക്കറെ പറ്റി പറയുമ്പോൾ, സവർക്കർ ഷൂ നക്കിയാണ് ഈ പറയുന്ന ജയിച്ചത്, അല്ലെങ്കിൽ സവർക്കർ ഷൂ നക്കിയാണ് ജീവിച്ചതെന്നൊക്കെ പറയുന്നത് അത് അടിസ്ഥാനരഹിതമാണ്. അതിനെപ്പറ്റി പഠിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ആ രീതിയിൽ എന്തായാലും പഠിക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ ലൈബ്രറിയിൽ സവർക്കർ ഷൂ നക്കിയാണ് ജയിച്ചു വന്നിരുന്നത്, അല്ലെ ഷൂ നക്കിയാണ് രക്ഷപ്പെട്ടു പോയതെന്നൊക്കെ ഇപ്പോഴും അതിലുണ്ട്. അപ്പോൾ ഈ ചരിത്രം നിങ്ങൾ അതിലെ കുട്ടികൾ പഠിക്കുന്ന പുസ്തകത്താളുകളിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചാലും ബ്രിട്ടീഷുകാരുടെ ലൈബ്രറി കയറി എന്തായാലും മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ വരെയും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആരായിരുന്നു ഈ ഗോഡ്സെ, ആരായിരുന്നു ഈ സവർക്കർ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന വൃത്തികെട്ടവന്മാരെ പറ്റി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു യോഗ്യത ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിയാണ് അതിന് ആപ്റ്റായിട്ടുള്ളൊരു വ്യക്തി തന്നെ. പക്ഷേ ഇതിപ്പം ഈ രീതിയിൽ, ഇത് വെല്ലുവിളിക്കുന്ന രീതിയിലാണ് സുരേന്ദ്രനും മറ്റുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. അതായത് ഇങ്ങനെ പഠിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നാൽ മതി, അത് തന്നെ ഇവിടെ നടക്കുകയുള്ളൂ, അതിന് വിദ്യാഭ്യാസ മന്ത്രിയല്ല ഏതവൻ വന്നാലും അങ്ങനെ പഠിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ രീതിയിൽ സുരേന്ദ്രൻ സംസാരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ വേറൊരു വീഡിയോ കാണാനിടയുണ്ടായത്, അതിൽ സുരേന്ദ്രൻ പറയുന്നത് PM ശ്രീ പദ്ധതിയിൽ കേരളം നിർബന്ധമായും ഒപ്പിടണമെന്ന പിടിവാശി കേന്ദ്രത്തിനില്ല എന്നാണ് പറയുന്നത്. അത് ശരിയായിരിക്കാം. കേരളത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടതാണ്. പണം കിട്ടും, ആ പണം കിട്ടുന്നതുകൊണ്ട് സ്കൂളിനെ മെച്ചപ്പെട്ട സൗകര്യങ്ങളിലേക്ക് വളർത്താം, അല്ലെങ്കിൽ ഉയർത്താം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. അല്ലാതെ ഒരിക്കലും സംഘികളുടെ മെഴുകലിന് വേണ്ടിയിട്ടല്ല, അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഒപ്പിട്ടതെന്നാണ് V ശിവൻകുട്ടിയും അതേപോലെയുള്ള ബാക്കി ആളുകളും പറയുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ചു, അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ പറഞ്ഞ രീതിയിലെല്ലാം അങ്ങ് ഒപ്പിട്ട് കൊടുത്തു, എന്താണെന്ന് പോലും നോക്കാതെ ഒപ്പിട്ട് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ
കേരളത്തിനെ ഇവർ സംഖ്യകൾക്ക് വിറ്റു. കേരളത്തിൽ ഒരു സീറ്റ് പോലും പിടിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു രീതിയിലും ഉയർന്നു വരാൻ സാധിക്കാത്ത സംഘമിത്രങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ ശാഖയിൽ കൂടി പോലും ഒന്നും പഠിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അത് സ്കൂളുകളിൽ കൂടി പഠിപ്പിച്ച് മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. നമുക്കറിയാം ശാഖയിൽ നടന്നിട്ട് തന്തയില്ലായ്മ നമ്മൾ കണ്ടാണ്. അനന്തു എന്ന് പറയുന്ന പയ്യൻ്റെ മരണം. ആ മരണത്തിനെ പറ്റി, അതിനെ സാധൂകരിക്കുന്ന ഒരു വിഷയങ്ങളെ പറ്റി ഇവന്മാർ ആരും സംസാരിച്ചില്ല. സുരേന്ദ്രൻ പോലും സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ സവർക്കറെ പറ്റിയും ഗോഡ്സെ പറ്റിയൊക്കെ പറയാൻ കാണിക്കുന്ന മനസ്സ് ഭയങ്കര വലിയ മനസ്സാണ്. അപ്പോൾ ഈ RSS ശാഖയിൽ നടക്കുന്ന ഈ പയ്യന്മാരെ പോലും ഈ സെക്സ് ടൂളായിട്ട് കാണുന്ന ഒരുമാതിരി കുണ്ടത്തരം ഉണ്ടല്ലോ, അതിനെപ്പറ്റി പോലും ഇവന്മാർക്ക് സംസാരിക്കാൻ ഒരു ധൈര്യമില്ലെന്നുള്ളതാണ് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഇവന്മാരുടെ ഒരു തീരുമാനം, അത് ശാഖയിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ സ്കൂളും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ശാഖയായി മാറുന്നു എന്നാണ് ഞാൻ സംശയിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പേടിക്കുന്നത്. നാളെ നമ്മുടെ കുട്ടികളിൽ ഓരോരുത്തരും ഈ പറയുന്ന സംഖ്യകളുടെ മെഴുകലുകൾ പഠിക്കേണ്ടി വരുമല്ലോ. കുട്ടികൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലും ഈ പറയുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ അല്ലെ സംഖ്യ ആവണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുമല്ലോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും കാവ്യ മെഴുകലിന് അല്ലെ കാവ്യ കളസം വൽക്കരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പറയുന്ന കേരളത്തിനെ വിറ്റുകൊടുത്ത അല്ലെങ്കിൽ ഒറ്റുകൊടുത്ത കേരള സംസ്ഥാന സർക്കാരിനെ പറ്റി ഓർക്കുമ്പോൾ വളരെ പുച്ഛമാണ്, അല്ലെങ്കിൽ വളരെ സഹതാപമാണ് നിങ്ങളുടെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.